എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യമായി പറയണ്. എന്നാ തുറക്കല്ലേ? തുറക്കടോ, തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റകളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളെ വന്ന് കൊണ്ടുപോയോ? എങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ അമ്പറത്തെ തങ്ങളെ. നോക്ക് നാട്ടു മോനെ എങ്ങേക്കൂല്ല വാപ്പി അമ്മ. ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അല്ലോ ഇന്റെ കഥ കഴിച്ചതല്ലേ. അല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയേ. സാറുമാരെ, നമ്മൾ ബോംബ് വെക്കാനും കൊല്ലാനൊന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പർ ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഓക്കെ, രക്ഷപ്പെട്ടു. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അതും ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ. അത് മാറുകായുധങ്ങളൊന്നും അല്ല സാറേ, പട്ടിനെ കണ്ടാ തച്ചൊല്ലാനുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല. കളിക്ക കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ. അയ്യോ സാറേ, ഏതോ തെണ്ടി ഗ്രീസ് വേണ്ടി വെച്ചേക്കുവാ. ആ തെണ്ടി ഞാൻ തന്നെയാ. ഇത് നിനക്കുള്ള ശിക്ഷയാ. കേടാ. അയ്യോ സാറേ, ഞാൻ താഴെ വീട് നടുവൊടിഞ്ഞ് ചത്ത സാറിന്റെ ഭാര്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങയും കറിക്ക് വാങ്ങി ആരുകൊണ്ട് തരും സാറേ? അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും. എടാ, പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ. കേടാ, ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പട്ടി പട്ടി നിന്റെ അപ്പൻ. ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ലോ. പട്ടിക്കിതല്ലേ പറ്റൂ. എല്ലാരുണ്ടല്ലോ. എന്റെ കമത്തിക്കറി കാശിക്കൊണ്ടോ. അയ്യോ അയ്യോ വൈദ്യരെ, ഹെൽപ്പ് മീ വൈദ്യരെ. എനിക്ക് പേളുമ്പോ വരാട്ടാ. ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ പട്ടികളില്ലാടാ. അയ്യോ അമ്മ. இப்படி மூஞ்சில கரிய பூசிட்டு நேக்கு தெரியாது நினைச்சிருக்கியா? நீ ஏன் சொல்லாம வந்துட்டாய்? ஏண்டா வீட்டுக்கு கூட வராம நாட்டுக்காக சேவை செய்யறேன்னு இப்படி நாய புடிச்சுட்டு இருக்கியே, நீ பெரிய பட்டாளம். அம்மா, நான் இங்க ஆபீசர் ஆக்கும். அவளெல்லாம் கேட்டுட்டு இருக்கா. நீ வா, கேம்பில் போய் பேசலாம். என் செல்லம்மா இல்ல. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. രാമനാമം ചൊല്ലിണ്ട് പേരക്കുട്ടികളെയും കൊഞ്ചിച്ചോണ്ടിരിക്കേണ്ട കാലത്ത് ഞാൻ നിന്റെ പിറകെ ഇങ്ങനെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത് ന്യായമാ? അവര് പറയട്ടെ. நீ கேம்பில் வந்து என்ன வேணா சொல்லிக்க. இங்க மலையாளத்துல பேசினா அவளுக்கு புரியும். പുരിയട്ടുണ്ടാ, അവൾക്ക് നന്നാ പുരിയട്ടും. നിങ്ങൾ തന്നെ പറയണം, ഇവൻ ചെയ്യുന്നത് ശരിയാണോ? അതിർത്തി, യുദ്ധം, പട്ടിപിടുത്തെന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ നടന്നാലേ പിന്നെ എന്നാ കല്യാണം കഴിക്കാ? മൂക്കില് പല്ലു കൊടുത്താച്ച്. ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് അയ്യപ്പ സ്വാമി നിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. വാ, കാറിൽ വേണ്ട, അവ കല്യാണം பண்ணிக்கிறேன்னு சொல்லு. அப்பதான் நான் இங்க இருந்து போவேன். இரு, சொல்லுடா, கல்யாணம் பண்ணிக்கிறேன்னு சொல்றா. அவன் முன்னால சொல்லுடா. உன் பின்னாடி என்னால முடியாது. അപ്പോ ക്യാമ്പിൽ വെച്ച് കാണാം. ബൈ.
என்னம்மா யாரா அந்த பொண்ணு? அது பக்கத்தாத்து பொண்ணுமா. அழகா இருக்கா. ഇതാണമ്മേ ഞങ്ങൾ പറഞ്ഞ ഡെപ്പോസിറ്റ്. ഓ ഡെപ്പോസിറ്റ്. എന്താ കുട്ടിയുടെ പേര്? വിമല. പോസ്റ്റ് ഓഫീസിലെ വേല പാക്കറ. ഓ അമ്മയാണ്. ഇവ എല്ലാം ചൊന്ന പറ്റുമാ. ശരിയമ്മാ. അമ്മ ഇപ്പൊ വന്നു. എല്ലാം തീർന്നു. കുട്ടി എന്താ ചോദിച്ചേ? അല്ല അമ്മ ഇപ്പൊ വന്നു. ഇന്നലെ എന്താ എന്താ ഞാൻ പറഞ്ഞില്ലേ, അമ്മ എന്ത് കരുതിയിട്ടുണ്ടാവോ? എന്ത്? അല്ല കുട്ടി എവിടെ കണ്ടിട്ടേ ആകെ കുഴപ്പമായി. കുഴപ്പോ? എന്ത് കുഴപ്പം? അത് കുറെ കാലമായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോർത്തിലും ബോർഡിലും ഒക്കെ ആയിട്ടുള്ള എന്റെ കറക്കം കഴിഞ്ഞ് ഇപ്പോഴാണ് അമ്മയ്ക്ക് എന്നെ കൈ കിട്ടിയത്. ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോഴാ കുട്ടിയുടെ വരവ്. അമ്മ തെറ്റിദ്ധരിച്ച് കാണുവോ? എന്തിന്? അതിന് നമ്മൾ തമ്മിൽ അങ്ങനത്തെ അടുപ്പൊന്നും ഇല്ലല്ലോ. അത് കുട്ടിക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അമ്മയ്ക്കറിയില്ലല്ലോ. അതാ കുഴപ്പമായത്. അത് മാത്രമല്ല, ഇവിടുത്തെ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ തെറ്റിദ്ധരിച്ച് കാണും, ഉറപ്പാ. അല്ല ശരിക്കും സാറെന്താ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കാതിരുന്നേ? അതിനൊക്കെയുള്ള പ്രായത്തില് ഇവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റായി പോകും തോന്നി പിന്നെ ഒരുത്തേ കണ്ടുകിട്ടിയില്ല. ഇനി ഈ പ്രായത്തിൽ ഇപ്പോ കുട്ടിയല്ലേ, ഞാനവർ പറഞ്ഞിട്ടുണ്ട്, അവരാ ടെൻറ്റി കാണും. സാർ എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സില്? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി. ഈ കറക്കത്തിനിടയിൽ ഞാനും തപ്പാം. അമ്മാ ഒന്ന് നിക്കണമ്മ. പാത്താ പിച്ചക്കര മാറിയില്ലേ? ഞാൻ നായര്, ശിവശങ്കരൻ നായര്, ഇവിടുത്തെ വൈദ്യരാ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? ഇനി മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണോ മനസ്സിലാവാത്തത്? അമ്മയ്ക്ക് എന്നെ പുരിഞ്ചില്ലേ? മനസ്സിലായില്ല. ഓ അപ്പം മലയാളം അറിയാല്ലേ? ഞാനും പട്ടാമ്പി സാറും നല്ല കണക്ഷനാ. ഫ്രണ്ട്സ്. അതിനൊന്നും ഇല്ലേ? പട്ടാമ്പി സാറ് അമ്മയെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. എന്റെ ഭാര്യയും ഒരേ ഒരു മോളും കണ്ണിലെ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക, വരാതെ പോവരുത്. പട്ടാമ്പി എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറയാൻ മറന്നതാവും. പട്ടാമ്പി സാർ എന്റെ അമ്മയോട് പറയാതിരുന്നു. മറന്നതാവുള്ളൂ. ചില സമയങ്ങളിൽ നല്ല മറവിയുണ്ട്. അതിന് ഞാൻ ഒരു മരുന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. അതെ, വണ്ടി നേരെ അങ്ങോട്ട് പൊക്കോട്ടെ. ആ വേണ്ട, തുറക്കണ്ട. എന്റെ ശിഷ്യന്മാര് തുറന്നോളും. തുറക്കടാ. ഓ വേണ്ട, അടയ്ക്കണ്ട. ഇവരടച്ചോളും. ഇവരെന്റെ തിരുമുകാരാ. സ്റ്റീം ബാത്താ. അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. അവന്റെ ഫാദറും നല്ലൊരു ടെസ്റ്ററായിരുന്നു. എന്റെ ചെറിയൊരു പരീക്ഷണത്തിൽ ചത്തുപോയി. എടാ ചെന്ന് അയച്ചു വിടറാ ചാവണേലും മുമ്പ്. വാ, വേഗം തുറക്ക്. ദേ ഇവിടെ, ഇവിടെ. ഇവരൊക്കെ രാഷ്ട്രീയ ജാഥയ്ക്ക് പോണ ആൾക്കാരാണ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വരൂ. വിശാലം. നല്ല മോള്. ഒറ്റ മോളല്ലേ ഉള്ളൂ. ഈ കണ്ട സ്വത്ത് മുഴുവനും ഇവൾക്കല്ലേ? ഈ കണ്ട വെൽത്തിന് പുറമെ സായിപ്പുമാരെ സിനിമ കിട്ടുന്നത് എല്ലാം ഡോളേഴ്സ് ആയിട്ടാ. അത് മോൾക്ക് തന്നെയാ. $1 is equal to 48 Indian rupees. You know? അങ്ങനെയല്ലേ? അത് മാത്രല്ല, ഈ ഇരിക്കുന്ന ജിലേബി, അച്ചപ്പം, ലഡു, കായ വറുത്തത് എന്ന് വേണ്ട എല്ലാ പലഹാരങ്ങളും ഈ മോൾ ഉണ്ടാക്കിയതാണ്. നായർക്ക് ബേക്കറി ബിസിനസ് എടുക്കാ. ബിസിനസ്സോ? തന്നെ ഞാൻ ആ ആവിപ്പെട്ടിയിലല്ലേ നിർത്തിയിരുന്നത്? അതെ. അങ്ങോട്ട് പോട്ടെ. ഇതൊക്കെ ഒന്ന് കഴിക്കാമ്മാ. പോരും. എനക്ക് വയറ് നിറഞ്ഞാച്ച്. എനക്ക് ആകെ വിഷമം എന്റെ പട്ടാമ്പിയെ ഓർത്താ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പിന്നെ ഇവൾക്കാണെങ്കിൽ പട്ടാമ്പി സാറിന് പറഞ്ഞ ജീവനാ. കുട്ടികളുടെ മനസ്സല്ലേ. അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങളെതിരല്ല, അല്ലേടി? അവനൊരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് വെച്ചാ അതിന് വലിയ കാര്യ. ധർമ്മശാസ്താവേ കാത്തുകൊള്ളണേ. എന്നാലും അവനൊരു വാർത്ത എങ്ങിട്ട് ചൊല്ലലിയേ? അതെങ്ങനെ ചൊല്ലും അമ്മ? ഞാൻ തന്നെ ഇവളെ പ്രേമിക്കുന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. നേരെ ரொம்ப ആകുതേ. ഞാൻ കളമ്പട്ടുമാ. ഓ വരേ. ചേച്ചി പട്ടാളക്കാരനെ കിട്ടി എന്നെ തോക്ക് പഠിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും. പിന്നെ ഞാൻ ആ പട്ടരെ കെട്ടാൻ പോവല്ലേ? എനിക്കറിയാം. ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെയല്ലേ? ഒന്ന്
പോടിയോ ആ നീ ഇവിടെ ഇരിക്കുക ഡോ ഇതവിടെ കൊണ്ടുവച്ച് ദേ നീ ഇത് കൊണ്ടുപോയി ആ പട്ടാമ്പി സാറിന് കൊടുക്ക. അച്ഛൻ തന്ന അയച്ചാന്ന് പറയാ. പിന്നത്തയില പട്ടിയെ പിടിക്കാൻ ചാടി മറിഞ്ഞ് ആ പാവത്തിന്റെ ദേഹത്ത് വല്ല ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടാവോ. എന്നാ എനിക്കൊന്നും വയ്യ. ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ കൊഞ്ച നീയേ എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിന്റെ അകത്ത് കയറി പറ്റാൻ നോക്കാണ്ട് പിടിക്കടി. ഒന്നുമില്ലേലും വെടി കൊള്ളാണ്ട് നിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആ സാറ്. എന്നെ രക്ഷിച്ചത് ആ സാറൊന്നുമല്ല, മറ്റേ പട്ടാളക്കാരനാ. പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഈ പിണ്ണത്തൈലം സ്നേഹത്തോടെ കൊടുത്തിട്ട് അച്ഛൻ തന്നതാണെന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ തരുന്നതാണെന്ന് പറയാ. ഈ പൂവ് കൊടുക്കുക, മിഠായി കൊടുക്കുക, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്റെ കുട്ടി. ഈ പിണ്ണത്തൈലത്തിലൂടെ വഴുക്കി വഴുക്കി ആ മനസ്സിലങ്ങോട്ട് കയറി പറ്റാൻ നോക്കടി. ശരി. നിങ്ങൾ ഇത് എന്ത് കണ്ടിട്ടാ മനുഷ്യ പ്രായമായ പെണ്ണിനെ പട്ടാള ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നത്? പലതും കണ്ടിട്ടാ. എടി നിനക്കറിയില്ല ഒറ്റമോളുള്ള ഒരു തന്തയുടെ വേദന എന്താന്ന്. ഓരോരുത്തരന്മാര് നല്ലൊരു കല്യാണക്കാരി നടന്നു കിട്ടാൻ നേർച്ചയും കാഴ്ചയും വെച്ച് നടക്കുക. ഇത് ഇങ്ങനൊരു കാര്യം വീണിട്ട് കളയാനേ ഞാനൊരു മണ്ടനൊന്നുമല്ല. വൈദ്യരേട്ടാ, ഞാനിതിന്റെ ഉള്ളിലിരുന്ന് ഉരുകി ഉരുകി എല്ല് വരെ വെള്ളമാറായി. ഇതിന്റെ ഉള്ളിൽ ഇടാൻ ഒരു സായിപ്പിനെയും മദാമേനെയും കൊണ്ടുവരാന്ന് പറഞ്ഞ് നീ എന്റെ കൊറേ കാശ് മേടിച്ച് തിന്നില്ലേ? ആ തിന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി 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 അങ്ങോട്ട് പോട്ടെ.